ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർമ്മ സൈനിധ്യ. നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതായത് സ്വർണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലോഹമാണ് സ്വർണം. സ്വർണം കഴിഞ്ഞാൽ പിന്നെ വെള്ളി, പ്ലാറ്റിനം, അങ്ങനെ ലോഹങ്ങളുണ്ട്. പക്ഷെ മറ്റ് നമ്മുടെ ഈ സ്റ്റോക്കുകളൊക്കെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ, ബോണ്ട്, മറ്റേ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സാധനമാണ് സ്വർണം. കാരണം എന്താ വെച്ചാൽ സ്വർണത്തിൻ്റെ ആ സ്ഥിരത തന്നെയാണ് അതിൻ്റെ കാര്യം. യുദ്ധം വന്നാലും മറ്റെന്ത് വന്നാലും സ്വർണത്തിന് വില കൂടുകയാണ് ചെയ്യുന്നത്. സ്റ്റോക്കുകൾക്ക് വില ഇടിയുമ്പോൾ സ്വർണത്തിന് വില കൂടും. അത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2024 മാർച്ചിലാണ്. മാർച്ച് ആദ്യ വാരത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ സമയത്ത് സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് 48,000 രൂപ എത്തി നിൽക്കണം. ഈ 48,000 രൂപ പവന് എത്തി നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് കൂടാനുണ്ടായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരം ആയിട്ട് കൊണ്ട്, അതായത് ഗ്രാമിന് 80 രൂപ കൂടി 5,945 രൂപ ഒരു ഗ്രാമിനായിട്ടുണ്ട്. പവന് 48,000 രൂപ. നേരിയ കണക്കിൽ നേരിയ വ്യത്യാസം ഉണ്ടാകും. കാരണം അത് നിങ്ങൾ കാണുന്ന സമയമായിട്ട് കുറഞ്ഞ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇതോടെ വർഷത്തിനിടെ പവൻ്റെ വിലയുണ്ടായ വർധന 7,000 രൂപയാണ്. ഇത് സാധാരണഗതിയിൽ സ്വർണത്തിന് നമുക്കൊക്കെ അറിയാം ഇത്ര വർധന ഉണ്ടാവാറില്ല. സ്വർണത്തിന് വർധന നേരിയ തോതിലുള്ള വർധന. ഒരു വർഷത്തിൽ സ്വർണം കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3%, 3.5%ഒക്കെയാണ് സ്വർണം കൊടുക്കുന്നത്. മറ്റ് അസറ്റുകൾ ഇപ്പോൾ നമ്മൾ FD ഒക്കെ ഇടുകയാണെങ്കിൽ 7.5-8%, കോപ്പറേറ്റീവ് ബാങ്കുകളാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ 9 ഒക്കെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്, 10 വരെ കൊടുക്കുന്ന ബാങ്കുകളുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിലെ ആളുകൾക്ക് താല്പര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മലയാളികൾക്ക് പ്രത്യേകിച്ചും സ്വർണത്തിലുള്ള താല്പര്യം അത് ഈ വിവാഹ മാർക്കറ്റിലുള്ള ഇവരുടെ വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്ന കാശിന് കുറേശ്ശെ ഗോൾഡ് വാങ്ങിയിട്ട്. പക്ഷെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഫിസിക്കലായിട്ട് ഗോൾഡ് വാങ്ങരുത്. ഗോൾഡ് വാങ്ങുമ്പോൾ അതിന് 10 മുതൽ 30% വരെ ഒക്കെയാണ് ഒരു ഗ്രാമിന് നമ്മൾക്ക് ഗോൾഡിന് ഇവർ പണിക്കൂലി മേടിക്കുന്നത്. അതാണ് UAE ഗൾഫിലൊക്കെ കണക്ക് പറയണമെന്ന് വെച്ചെങ്കിൽ 250 രൂപ ഏകദേശം 1 ഗ്രാം സ്വർണത്തിൻ്റെ വില ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ 30% അതിന് ഒരു 30 ഒരു ഗ്രാമിനും ആണ് ആ വില പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാമിന് ഒരു ഏകദേശം 25-30 രൂപ ഈ സ്വർണത്തിൻ്റെ പണിയുടെ സ്വഭാവം അനുസരിച്ച് പണിക്കൂലി കൊടുക്കണം. അത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ സ്വർണം അങ്ങനെ നമ്മൾ അത്യാവശ്യം മാത്രം ആഭരണ രൂപത്തിൽ വാങ്ങിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ആഭരണ രൂപത്തിൽ കുറഞ്ഞ സ്വർണം മാത്രം വാങ്ങിച്ചിട്ട് മറ്റ് രീതിയിൽ ഫിസിക്കൽ ഗോൾഡ് അല്ലാതെ വിർച്വൽ മെത്തേഡിൽ സ്വർണം നമ്മൾ ഡിജിറ്റലായിട്ട് വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ സോവറിൻ ഗോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതിനേക്കാൾ ക്രയവിക്രയം നടത്താൻ മാർക്കറ്റിൽ എളുപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്നതാണ്. സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് ഗോൾഡും വാങ്ങിക്കാം, നമുക്ക് വില കൂടുമ്പോൾ വിൽക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും സ്വർണം വാങ്ങിക്കുമ്പോൾ അത് വലിയ പുരോഗതി അടുത്ത സമീപകാലത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് വിദഗ്ധന്മാർ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് കൂടിയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഈ ആഗോള കുതിപ്പാണ്. ആഗോള സാമ്പത്തിക കുതിപ്പ്, എണ്ണയിലെ ഈ ആഗോളമായിട്ടുള്ള അടിസ്ഥാനത്തിൽ തന്നെ സ്വർണത്തിന് വില കൂടിയിട്ടുണ്ട്. ട്രോയ് ഔൺസിന് $2,115 നിലവാരത്തിലാണ് ഈ സ്പോട്ട് ഗോൾഡിൽ ഇതിൻ്റെ വ്യാപാരം കഴിഞ്ഞ ദിവസം നടന്നത്. US കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് വൈകാതെ നിരക്ക് കുറയ്ക്കാൻ തുടങ്ങുമെന്ന വിലയിരുത്തലാണ് സ്വർണം നേട്ടമാക്കിയത്. ജൂണിലെ നയയോഗത്തിൽ നിരക്ക് കുറയ്ക്കുമെന്നാണ് അനുമാനം. പശ്ചിമേഷ്യയിൽ സംഘർഷം, കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ചൈനയിലെ പ്രതിസന്ധി, വർഷാവസാനം നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം സ്വർണ്ണവില വർധനവിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് സ്റ്റോക്കിൽ അസ്ഥിരത ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ അസ്ഥിരത ഉണ്ടാകുമ്പോൾ അടുത്തൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേറെ ചോയ്സ് ഇല്ല. FDയിൽ ഇട്ടാൽ അത് അത്ര പെട്ടെന്ന് നമുക്ക് ക്രയവിക്രയം നടത്താൻ പറ്റില്ല. ഗോൾഡിലാകുമ്പോൾ നമുക്ക് എപ്പോഴും ക്രയവിക്രയം നടത്താം. ബാങ്ക് FD ഇട്ട് കഴിഞ്ഞാൽ വർഷം വരെ കാത്തിരിക്കണം. പക്ഷേ ഇതാകുമ്പോൾ എപ്പോഴും ക്രയവിക്രയം നടത്താം. സ്റ്റോക്കിൻ്റെ കാര്യം അതന്നെ. ട്രേഡേഴ്സും ഇതിലൊരു സമയം പ്രവർത്തിക്കുന്നു, ഇൻവെസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നു, സ്വിംഗ് ട്രേഡേഴ്സ് പ്രവർത്തിക്കുന്നു. സ്വിംഗ് ട്രേഡേഴ്സിന് ചിലപ്പോൾ 2 ദിവസമോ 4 ദിവസമോ ഒരാഴ്ച വരെ 2 ആഴ്ച വരെയൊക്കെ വെച്ചിരിക്കുന്നുള്ളൂ. അതൊരു ട്രേഡായിട്ട് ചെയ്യുന്നു. തന്നെ ട്രേഡായിട്ട് ചെയ്യുന്നു. ഇവർക്കൊന്നും ഇപ്പോൾ FD കൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് ഗോൾഡിലും ആണെങ്കിൽ ട്രേഡിംഗ് ഉണ്ട്, കറൻസിയിലാണെങ്കിൽ ട്രേഡിംഗ് ഉണ്ട്, ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത് ആ വഴിക്ക് നടക്കും. പിന്നെ സ്റ്റോക്കാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, അത് വളരെ കുറഞ്ഞ സമയത്ത് കുറഞ്ഞ കാലയളവിലുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോക്കുകൾ നേരിട്ട് വാങ്ങാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നീട് കൂടുതലായിട്ട് കിടക്കാം.
വരും നാളുകളിൽ സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ സമ്മർദ്ദം നേരിടാനാണ് ഇടയെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഹ്രസ്വ കാലയളവിൽ കാര്യമായ കുതിപ്പോ ഇടിവോ ഉണ്ടാകാൻ ഇടയില്ല. വിലയിലെ മാറ്റങ്ങൾക്കായി US കേന്ദ്ര ബാങ്കായ ഫെഡിൻ്റെ നിർണായക തീരുമാനങ്ങളും ആഗോള സാമ്പത്തിക വളർച്ചാ കണക്കുകളും കാത്തിരിക്കുകയാണ് നിക്ഷേപകർ. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പെരുപ്പവും ഓഹരി വിപണികളുടെ പ്രകടനവും കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലുമാണ് സ്വർണ്ണവിലയിൽ ഹ്രസ്വ കാലയളവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന മറ്റു ഘടകങ്ങൾ. ഇന്ത്യയിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലായതിനാൽ 2024 ആദ്യ പകുതിയിൽ തിരുത്തലിന് സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ചയും ശക്തമായ ഡിമാൻഡും കാരണം ഇന്ത്യയിൽ സ്വർണ്ണവില വർഷത്തിലുടനീളം ഇതേ നിലവാരത്തിൽ തുടരാനാണിട. നിക്ഷേപകർക്ക് സുരക്ഷിതത്വവും മാന്യമായ ലാഭവും നൽകുന്ന സ്വർണം മികച്ച ദീർഘകാല ആസ്തികളിലൊന്നാണ്. ആഭ്യന്തര സ്വർണ്ണവില 5 വർഷത്തിനിടെ ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട്. 2003 മുതൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് 99%. ഇതൊരു അത്ഭുതകരമായ വളർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ വിലയിൽ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുദ്ധങ്ങളും ആഗോള സാമ്പത്തിക കാര്യങ്ങളൊക്കെയാണ് സ്വർണത്തിലേക്ക് ആളുകൾ മാറാനുള്ള സാധ്യത. സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൻ്റെ വില കുറയുമ്പോൾ അതിന് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. സ്റ്റോക്കിൻ്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൽ നിന്ന് മാറി സ്വർണത്തിലേക്ക് പിടിക്കും. അത് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. പിന്നെ സ്വർണത്തിന് സ്റ്റോക്കുകൾക്ക് വില കൂടുമ്പോൾ സ്വർണത്തിന് എന്ത് ചെയ്യും? സ്വർണത്തിന് വില കുറയും. കാരണം സ്റ്റോക്കുകൾക്ക് വില കൂടുമ്പോൾ സ്റ്റോക്കുകളിലേക്ക് ആളുകൾ മാറി തുടങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോക്കുകളിലേക്ക് ഇപ്പോൾ മാറാനുള്ള സാധ്യത ഉടനെ ഇല്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റോക്കുകളൊക്കെ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകളൊക്കെ എല്ലാം നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. 74,000 രൂപ നിഫ്റ്റിയല്ല സെൻസെക്സും, അതേപോലെ നിഫ്റ്റി 22,500 കടന്നു നിൽക്കുകയാണ്. 23,000 വരെ എത്തി. ഈ ഒരു സാഹചര്യത്തിൽ പല സ്റ്റോക്കുകളുടെയും വളരെ ഉയർന്ന നിലവാരത്തിലാണ്. ഇപ്പോൾ ഈ ലെവലിലെ ആളുകൾ സ്റ്റോക്കിലേക്ക് മാറില്ല. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ മെത്തേഡിൽ ഇങ്ങനെ പോകാനാണ് സാധ്യത. അത് 2-3 മാസങ്ങളെങ്കിലും ഒരു കൺസോളിഡേഷൻ മെത്തേഡിൽ ഗോൾഡിൻ്റെ പോവും. അതിൻ്റെ ഇടയിൽ കുറഞ്ഞൊരു കുറച്ചിലുണ്ടാവും. ഈ കുറഞ്ഞ് വരുമ്പോൾ ബൈ ഓൺ ഡിപ്സ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ വാങ്ങിക്കാം. സ്വർണ്ണം കുറേശ്ശെ വാങ്ങിക്കാം. ഇപ്പോഴല്ല, കുറയുന്നതനുസരിച്ചിട്ട്. ഇപ്പോൾ വാങ്ങാൻ കയ്യിൽ ലാഭമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിറ്റിട്ട് ലാഭം എടുത്തിട്ട് പിന്നീട് കുറയുമ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഗോൾഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സ്റ്റേ ഇൻവെസ്റ്റഡ്. നമുക്ക് മാർക്കറ്റിനൊപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അത് ഗുണം ചെയ്യും. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകർമ്മം സൈനിങ് ഓഫ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഈ സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമാവണം. അത് ആളുകളിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.